ഹലോ, ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്യാത്ത അടിപൊളി പാക്കാണിത്. പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പാക്കാണ്. കാൽമുട്ടിലെ കറുപ്പ്, കൈമുട്ടിലെ കറുപ്പ്, ലിപ്പിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ നന്നായിട്ട് മാറാൻ സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു പാക്കാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഒരുപാട് പേര് എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യാറുള്ളൊരു കാര്യമാണ് ആൻഡ്രാംസ് പിഗ്മെൻറ്റേഷൻ മാറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലിപ് പിഗ്മെൻറ്റേഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ചേർത്തൊരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല പോലെ റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. നമുക്ക് ഓരോന്നിനും ഓരോരോ കാര്യം ചെയ്യേണ്ടി വരുന്നില്ല. നമ്മുടെ കൈമുട്ടിലുണ്ടാവുന്ന ഒരു കറുത്ത പാടുണ്ടാവില്ലേ, ഒരു പിഗ്മെൻറ്റേഷൻ പോലെ കാണാറില്ല, അതുപോലെ ലിപ്പിനുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, അതേപോലെ തന്നെ കാൽമുട്ടിലുണ്ടാവുന്നത്, കാലിൻ്റെ അടിഭാഗങ്ങൾ നമ്മൾ ചെരുപ്പിടുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ചെരുപ്പിടുന്നതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കറുത്തൊരു സർക്കിൾ പോലെയൊക്കെ കാണാം. ആ ചെരുപ്പ് ഇടുന്നതുകൊണ്ട് മാത്രം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കറുത്ത പാടുകൾ, കറുത്ത പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് ഒരൊറ്റ കാര്യം ചെയ്താൽ ആൻഡ്രാംസിൽ നമുക്ക് യൂസ് ചെയ്യാം. പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യരുത്. ഇപ്പോഴും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, പ്രൈവറ്റ് പാർട്ടിൽ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് പാർട്ടിൽ എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ചെയ്യരുത്. വീണ്ടും എടുത്ത് പറയുന്നതിന് കാരണം പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. ചെറിയ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഭയങ്കര ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. മുഖത്തും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. മുഖത്ത് ഇതുപോലുള്ള പാടുകളൊന്നും വരാറില്ല. പിഗ്മെൻറ്റേഷൻ ഇങ്ങനെയുള്ള പാടുകളൊന്നും വരാറില്ല. കൈമുട്ടിലുണ്ടാകുന്ന ഇങ്ങനത്തെ പാടുകളൊന്നും മുഖത്തുണ്ടാവാറില്ല. അത് മുഖക്കുരു പൊട്ടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പാടുകളാണ്. അതിന് വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഈ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൈമുട്ടിലുള്ള പാടുകൾ മാറ്റാൻ പറ്റും, ലിപ്പിലുണ്ടാകുന്ന പാട്, പിന്നെ അതുപോലെ അൺറാംസിലുണ്ടാവുന്നത്, കൈമുട്ടിലുണ്ടാവുന്നത്, അതുപോലെ കാലിലുണ്ടാവുന്നത്, ഇതുപോലെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വീഡിയോ ഫുൾ കാണണമെന്ന് പറയാനുള്ള കാര്യം, ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ വീണ്ടും ഒഴിച്ചിരുന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിത് ലിപ്പിലും കൈമുട്ടിലും കാലിലും അപ്ലൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസമാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കണ്ടേ, എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സംഭവമാണെന്ന്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണ് ലിപ്പിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ടൈം എടുക്കും, എന്നാൽ പോലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ലിപ്പിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കരുത്. കുറച്ച് ടൈം എടുക്കും, എന്നാൽ പോലും നല്ല വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാലും നമുക്കിനി ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 നാരങ്ങ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ എന്തെങ്കിലും കുരുക്കൾ പോലെയൊക്കെ വരാറില്ലേ, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇതിൽ വെള്ളത്തിലിട്ടിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളം വറ്റി ഇതുപോലെ ഇരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അത് നമ്മൾ ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ വെള്ളം എടുത്ത് കളയരുത്. ഇത് നമ്മൾ ഈ നാരങ്ങ നന്നായിട്ട് വറ്റിയിട്ടുള്ള വെള്ളമാണ്, അത് നമുക്കിനി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കളയരുത്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആവിക്കുമ്പോൾ സമയത്ത് ഇതുപോലെ സോഫ്റ്റായിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള അരിയെ നമ്മൾ എടുത്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ ഒരു പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് നാരങ്ങ എന്ന് പറയുന്നത്. നാരങ്ങയിലുള്ള ആസിഡ് നമ്മുടെ പിഗ്മെൻറ്റേഷനെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ നല്ലപോലെ അടിച്ച് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ചെറുതായിട്ട് തരിതരി പോലെ കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ചെറുതായിട്ടൊരു ചെറിയ തരിതരി പോലെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ച് നല്ലൊരു കണ്ടെയ്നറിലേക്കാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3-4 ആഴ്ചയോളം കൂടി ഇത് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്കിത് എപ്പോഴാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് 1 സ്പൂൺ നാരങ്ങയുടെ ഈ ഒരു പേസ്റ്റ് എടുക്കുക. 1 സ്പൂൺ മതി, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ മതി. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കറിക്ക് ഉപയോഗിക്കുന്നതല്ല, മുഖത്ത് തേക്കുന്നതാണ്. കറിക്ക് ഉപയോഗിക്കുന്നതൊക്കെ
എടുത്ത് തേച്ചിട്ട് അവസാനം എന്നെ പറയരുത്. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ തേൻ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, പിന്നെ ഒലിവ് ഓയിൽ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ നാച്ചുറലായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാൻ സഹായിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള സ്ക്രബ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിലേക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്നു. ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പിഗ്മെൻറ്റേഷൻ എനിക്കിപ്പോൾ ഇല്ല, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാനുള്ള സ്ക്രബാണ്. ഇപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, എന്നാൽ പോലും പണ്ടത്തേനെ അപേക്ഷിച്ച് എനിക്ക് കുറവുണ്ട്. കാരണം ഇത് യൂസ് ചെയ്താണ് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല, നല്ല ടൈം എടുക്കും. ലിപ്പിലൊക്കെ ആണെങ്കിൽ നല്ല ടൈം എടുക്കും കേട്ടോ. ഒരു ഏകദേശം ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് നല്ലപോലെ റിമൂവ് ആക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേണ്ടി നിങ്ങൾക്ക് ക്ഷമ വേണം. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവില്ല. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം, അത് തുടച്ചതിന് ശേഷം നമ്മളിത് ആ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കൈമുട്ടിലും നമ്മൾ എവിടെയാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് അവിടെയൊക്കെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാനുള്ള സ്ക്രബാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് എവിടെയാണോ നമുക്ക് ഇപ്പോൾ കാൽമുട്ടിലായിരിക്കാം, കൈമുട്ടിലായിരിക്കാം, അണ്ടർ ആംസിലായിരിക്കാം, എവിടെയായിരുന്നാലും നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിംഗ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെഡ് സെൽസ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലുള്ള പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉള്ളിലേക്ക് പോകുള്ളൂ. എങ്കിൽ മാത്രമല്ല നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് സ്ക്രബ് ചെയ്തതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പാക്ക് അപ്ലൈ ചെയ്തിട്ട് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ നല്ലതായിട്ട് റിമൂവ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. കൈമുട്ടിൽ ചെറിയൊരു ലൈറ്റനിങ് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ കാൽമുട്ടിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ എന്തുമാത്രം വ്യത്യാസമുണ്ട്. ഇതുപോലെ ആയിരുന്നു എൻ്റെ കാൽമുട്ടി. ചെരുപ്പിട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. നമ്മൾ ഈ ഷൂ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഷൂ അല്ല, ഏത് ചെരുപ്പായിരുന്നു, പുതിയ ചെരുപ്പിടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. വാസലിൻ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യം വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തു. ചിലവർക്ക് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല, കുറച്ച് ടൈം എടുക്കും. ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, പെട്ടെന്ന് നമ്മൾ വണ്ണം വയ്ക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് വണ്ണം കുറയുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരും ഒരുപാട് ദിവസം ട്രൈ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് സ്ക്രബ് ചെയ്തതിന് അവിടെ സ്ക്രബ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല, കാൽമുട്ടിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. നന്നായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവാൻ സാധിക്കും എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തന്നെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരാഴ്ച എന്നല്ല, നിങ്ങൾ എത്രത്തോളം ഇത് മാറുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റ് തരില്ല. അത്രയ്ക്ക് സൂപ്പറാണിത്. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാലിൽ എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ നിങ്ങൾക്കിത് മാറുന്നത് അതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് സൂപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് നാരങ്ങയൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെ വല്ല അലർജി ഉണ്ടോ എന്ന് ഫസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതെല്ലാ വീഡിയോസും ഞാൻ പറയുന്നതാണ്. അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്ത വീഡിയോസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലാതെ ലേസിനെസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കറക്റ്റ് ചെയ്യുക, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് കുറച്ച് മതി, എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ള, അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹെയറിന് മണ്ടേ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഹെയറിൽ പറ്റാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രം നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആവശ്യമുള്ളവരായിരിക്കും. അവർക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവർക്കൊക്കെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.